അദ്ദേഹത്തിൻ്റെ പേരാ ഹൈക്കോടതി വക്കീൽ. അറിയാവുന്ന വക്കീലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേപോലെ ഈ വേദിയിരിക്കുന്ന മാസ് ഉദ്ഘാടകൻ, അതുപോലെ എഴുത്തുകാരന്മാരായ ഫസലുപ്പാറയിൽ എൻ്റെ സുഹൃത്തും എഴുത്തുകാരൻ ലൈബ്രറിയൻ, അതുപോലെ പുരാവസ്തു ഞങ്ങളൊക്കെ പുരാവസ്തു സൂക്ഷിക്കുകാരങ്ങളൊക്കെ നമ്മൾ ആസ്ഥാന നിർമ്മിച്ചു. അപ്പോൾ അലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ടൈമിൽ പറയുന്നത് അപ്പോൾ അലിക്ക നിങ്ങളെ വൈലത്തൂർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അലിക്ക എൻ്റെ അറിവിൽ കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെട്ട ഒരാളെ എൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹം, എൻ്റെ നാട് പൊന്നാലിൽ പോലും എന്നോട് പലരും ജയിക്കുന്നെങ്കിൽ അലിക്ക എന്ന് പറഞ്ഞ വ്യക്തിനെ പരിചയപ്പെടും. ഞാൻ അലിക്കാൻ ഏതാണ് പരിചയപ്പെടുന്നത്, തിരൂരിലെ ചക്ക സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ ഇപ്പോഴും ആ സ്കൂളിൽ ഒരു അറിയപ്പെട്ട സ്കൂളാണ്. നമ്മൾ നാട്ടുകാർ ഒരുപാട് പൊതുരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഏകദേശം ഒരു 8 വർഷം, ഒരു 6 വർഷം മുതൽ അവിടെ നിന്നാണ്, കൂടുതൽ വർഷം നയിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഈ കക്ഷിനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇയാൾ വലിയൊരു മുടി ഇതൊക്കെ ഉണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലായി, ഇയാൾക്ക് എന്തോ കഴിവും, ഒരു അസാധാരണമായിട്ടുള്ള ഒരു കഴിവ് ഇയാൾക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ പരിചയപ്പെടുന്ന ഈ പുരാവസ്തു ആളുകളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ച് സാർ ഇത് പേര് അതിൽ ഒറ്റ മുളക് അങ്ങനെ കുറച്ച് അവിടെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും കൂടി മുമ്പോട്ട് വയ്ക്കുക, നിങ്ങൾ ഞാൻ ഒരു അടിക്കുക വേറെ ആൾ വിളിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ എനിക്ക് പൈസല്ല അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചൊല്ലുകൊണ്ടല്ല, ആ വസ്തു സൂക്ഷിപ്പുകാരുടെ കാരണം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അവിടെ നിന്നുള്ള ബന്ധമാണ് കാര്യം ഈ ഞാൻ അലിക്കുന്നത്. അപ്പോൾ അലിക്കാരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് വക്കീലിനെ ജില്ലാതെ അലിക്ക ഒരുപാട് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കേസിന് കഴിവുകളുണ്ട്. ആരാ പറഞ്ഞ അദ്ദേഹത്തിന് കഴിവിലാണ്, ഒരുപാട് കഴിവുണ്ട്. അതായത് ഇത് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്ന സംഭവമാണ്. ബ്രെയിൻ ഉണ്ടായാൽ പോരാ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഴിവുണ്ട്. എന്നുവെച്ചാൽ വിവേകബുദ്ധി. ഇപ്പോൾ നമ്മൾ ഈ മൃഗങ്ങൾക്കൊന്നും എന്തില്ല, വിവേകബുദ്ധി. അപ്പോൾ വിവേകബുദ്ധി മൃഗങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കന്നുകാലികൾ ഇങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ നടക്കുന്നത്. വിവേകബുദ്ധി മനുഷ്യർക്ക് ഉണ്ടായതാണ് വണ്ടി, ബസ് വരണ്ട, കുതിര വരണ്ട, തിരിച്ചറിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടുതലായിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അലിക്ക് ഒരുപാട് കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മളെല്ലാവരും വളർത്തിയെടുക്കണം. നാട്ടിൽ തന്നെ എന്നല്ലെങ്കിൽ നാളല്ലെങ്കിൽ ഒരുപാട് അദ്ദേഹം വളരും. ആ പ്രായത്തിൽ ഒരു പ്രതീക്ഷയില്ല, ഒരു തർക്കമില്ല. എല്ലാവിധ ഉയർന്നില്ല അദ്ദേഹം ഉച്ചക്കെന്ന് പറയുന്നത് വലിയ വാക്കുകളില്ല.